അങ്ങനെയാണോ സുനിൽ? ഇപ്പോൾ തരൂരിന്റെ തന്ത്രം എന്നുള്ളത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കാണുന്ന തരൂർ വേറെ, കേരളത്തിൽ മറ്റൊരു തരൂരാണല്ലോ. അപ്പോൾ അതിലെ കാര്യങ്ങൾ കൂടി വിശദീകരിക്കാൻ തോന്നുന്നു. ഒരു സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ വന്ന് ഒരു റോഡിന്റെ നടുവിൽ ഒരു പാ വിരിച്ച് കിടന്ന് കാലിന്റെ മുകളിൽ കാലക്കെട്ടിരുന്ന് എന്നെ എന്തെങ്കിലും ചെയ്യടേ, അറസ്റ്റ് ചെയ്യടേ എന്ന് പറയുന്നൊരു സീനുണ്ട്. നമുക്കാർക്കും മറക്കാൻ പറ്റില്ല. ഏതാണ്ട് അതുപോലെയാണ് സംഗതികൾ ഇപ്പോൾ പോകുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ച് ഏതായാലും ഇപ്പോൾ ഇന്നലെ വന്ന സംഗതി, ഒരു ഇ ഡി മാത്യു എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയിലെ ഒരു മുൻ സ്പോക്സ് പേഴ്സൻ്റെ ഒരു ലേഖനം, കഴിഞ്ഞ ജൂൺ 10-ാം തീയതി സമാനമായൊരു ലേഖനം ഇ ഡി മാത്യു ദ വയറിൽ എഴുതിയിരുന്നു. ശശി തരൂരാണ് കേരളത്തിൽ UDF-ന് ഏറ്റവും പറ്റിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. തൊട്ടുപുറകെ വരുന്ന ഒരു സർവേ, അതിലും ശശി തരൂരിന് 28% പോയിന്റ് കൊടുക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 55 വയസ്സിന് മുകളിലുള്ള 34% പേർ, അതുപോലെ പുരുഷന്മാരിൽ 30% പേർ, സ്ത്രീകളിൽ 27% പേർ, 18 മുതൽ 24 വയസ്സ് പ്രായമുള്ളവരിൽ 20% പേർ ശശി തരൂർ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു സർവേ. ഈ സർവേ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ഇ ഡി മാത്യു ആണ്. ഈ ഇ ഡി മാത്യുവിൻ്റെ ഈ ട്വീറ്റാണ് ഈ എക്സിൽ ശശി തരൂരും പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരുപക്ഷേ ശശി തരൂരിന് വേണ്ടി നടത്തുന്ന PR പ്രവർത്തനമാകാം. എന്തുമായിക്കോട്ടെ, കോൺഗ്രസിൽ സ്ഥാനമോഹികളല്ലാത്തവരാരാണുള്ളത്? ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്ന് കേരളത്തിൽ ഇതിനകം തന്നെ കോൺഗ്രസിൽ തമ്മിലടി ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൽ പലരും അതിനുവേണ്ടിയുള്ള കളങ്ങളൊക്കെ തന്നെ ഒരുക്കി അതിനുവേണ്ടിയുള്ള PR പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി നടത്തുന്ന ഒരു കാലമാണ്. ഏതായാലും ശശി തരൂർ ഇപ്പോൾ നടത്തുന്നത് ഒരു തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ തന്ത്രം തന്നെയാണ്. ആ തന്ത്രം എന്തിനു വേണ്ടി ശശി തരൂർ ചെയ്യുന്നു എന്നത് കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം കോൺഗ്രസ് കഴിഞ്ഞ എത്ര കാലമായി അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്. 2004 കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ 2009 കോൺഗ്രസ്സിന് ആ ഒരു ഭരണം നിലനിർത്താൻ കഴിഞ്ഞു. 2014 കോൺഗ്രസ് തകർന്നടിഞ്ഞു 44 സീറ്റിലേക്ക്. 2019 കോൺഗ്രസ് തകർന്നടിഞ്ഞു, അതിലും പരിതാപകരമായ സ്ഥിതി. അതേസമയം ഇപ്പോൾ 2024 ശ്വാസം കിട്ടിയ എന്ന് പറയാവുന്ന തരത്തിലൊരു 99 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡൽഹിയിൽ ദേശീയ തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി. പഞ്ചാബ് എന്നൊരു സംസ്ഥാനം, അമരീന്ദർ സിംഗ് രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരുപാട് ദിവസം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ വന്ന് കുത്തിയിരിക്കുമായിരുന്നു. പക്ഷേ സമയം നൽകില്ല. അങ്ങനെ ഒടുവിൽ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടുപോയി BJP-യിൽ ചേർന്ന് അവിടുത്തെ സർക്കാരും താഴെ പോയി. അതുപോലെ എത്ര നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോയി. തരൂരിനും കാണാൻ പറ്റുന്നില്ല. തരൂരിന് ഈ പ്രശ്നം കോൺഗ്രസിന് വളരെ നിസ്സാരമായി വേണമെങ്കിൽ പരിഹരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് തരൂർ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇതുവരെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു സമയം നൽകിയിട്ടില്ല, ചർച്ചയ്ക്കുള്ളൊരു വേദി ഉണ്ടാക്കിയിട്ടുമില്ല. അത്രയ്ക്ക് വലിയ ഭിന്നത ശശി തരൂരിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് ഇപ്പോൾ BJP-യുമായി ഫൈറ്റ് ചെയ്യുന്നത്, അതിന് സമാനമായ രീതിയിലാണ് ശശി തരൂരിനോട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും? ഏതെങ്കിലും ദൈവദൂതം വന്ന് കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. ആ ഒരു നിലയിലേക്ക് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മാറുകയാണ്. ശശി തരൂർ ഒരു വിശ്വപൗരനാണ് എന്ന തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. ശശി തരൂരിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. തീർച്ചയായും ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്ക് പിന്നിലും ശശി തരൂരിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപക്ഷെ BJP-യിലേക്ക് ശശി തരൂർ പോകില്ലായിരിക്കും. പക്ഷേ BJP-യുടെ പിന്തുണയോടെ, നിലവിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണയോടെ മറ്റെന്തെങ്കിലും ഒരു വലിയ സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പദവിയോ ഒക്കെ തന്നെ ശശി തരൂരിന് ലഭിക്കുമെന്ന് ശശി തരൂർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. തീർച്ചയായും എന്തെങ്കിലും ഒരു പദവി ഇല്ലാതെ ഇനി ശശി തരൂർ മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിനകത്ത് G23 ഗ്രൂപ്പിൽ ഒപ്പം നിന്ന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ മത്സരിച്ച ആളാണ് ശശി തരൂർ. അന്ന് ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി തനിക്ക് അതിന് അനുമതി നൽകി, ഈ ഒരു മത്സരമുണ്ടായാൽ മാത്രമാണ് സംഘടനാപരമായി പാർട്ടിക്ക് ശക്തിപ്പെടാൻ കഴിയുക എന്ന നിലയിലൊക്കെയാണ് അന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആ ഒരു മത്സരത്തെ വിജയിപ്പിച്ചത്. അതിനുശേഷം ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തി. കോൺഗ്രസ്സുകാർക്ക് പറയാം ശശി തരൂരിന് എന്തൊക്കെയാണ് നൽകിയത്. ശശി തരൂർ വന്ന ഉടൻ തന്നെ ചോദിച്ച തിരുവനന്തപുരം സീറ്റ് നൽകി. അവിടെ 4 തവണ ശശി തരൂരിനെ മത്സരിപ്പിച്ചു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് എടുത്തു. പാർലമെൻറ്റിൽ കോൺഗ്രസിന് കിട്ടിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശശി തരൂരിന് നൽകി. അതുകൊണ്ട് ശശി തരൂർ 2 തവണ നൽകി. അപ്പോൾ ശശി തരൂരിന് ഒരുപാട് സ്ഥാനങ്ങൾ കോൺഗ്രസിൽ ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ കോൺഗ്രസ്സുകാർക്ക് പറയാം. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്.
ആ പ്രശ്നങ്ങൾ കോൺഗ്രസ് പരിഹരിക്കുന്നില്ല. അവിടെ നിന്ന് ശശി തരൂർ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. അടിയന്തരാവസ്ഥയൊക്കെ തന്നെ അടിയന്തരാവസ്ഥയെ കോൺഗ്രസ് പോലും ഇപ്പോൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥയെ ഇന്ദിരാഗാന്ധിയെ അല്ല, സഞ്ജയ് ഗാന്ധിയെ അല്ല, പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സ്വീകരിച്ച അന്നത്തെ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നടപടികളെ കോൺഗ്രസ് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ശശി തരൂരിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. ഇപ്പോൾ ശശി തരൂർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു തന്ത്രം തന്നെയാണ്. ആ തന്ത്രം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ മറ്റേ പിടിച്ച് ജയിലിലിടൂ, ഒന്ന് പുറത്താക്കി തരൂ എന്നൊരു രീതിയിലേക്ക് ശശി തരൂർ പോവുകയാണ്. ഈ BJP എന്താണ് കാത്തുവെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ പറഞ്ഞു കേൾക്കുന്നത് എന്താണ്? തീർച്ചയായും ശശി തരൂർ ഇപ്പോൾ നടത്തുന്ന വിദേശയാത്രകൾ, ശശി തരൂരിൻ്റെ ഇപ്പോൾ നടത്തുന്ന വിദേശയാത്രകളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു അനുമതിയില്ലാതെയാണ്. ആദ്യം ഓപ്പറേഷൻ സിന്ദൂരിന് ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിച്ചത് പോലും കോൺഗ്രസിന് അനുമതിയില്ലാതെയാണ്. കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ അന്ന് ശശി തരൂരിൻ്റെ പേര് തന്നെ ഇല്ല. ആ പട്ടികയിൽ ഇല്ലാത്തത് കോൺഗ്രസിന്റെ കുഴപ്പമല്ലല്ലോ, അത് തരൂരിന്റെ കുഴപ്പമല്ലല്ലോ. അത്രയും ഏബിളായിട്ടുള്ള, ഇത്രയും വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളെ നിയോഗിക്കാത്തത് ആനന്ദ് ശർമ്മയും ശശി തരൂരുമാണ് കോൺഗ്രസിൽ നിന്ന് പിക്ക് ചെയ്യാവുന്ന. തീർച്ചയായും ഒരു സംശയമില്ല. ശശി തരൂർ ഇത്തരമൊരു യാത്രയിലേക്ക് ഇത്രയുമൊരു യാത്രയിലേക്ക് പോകുന്നതിന്, അല്ലെങ്കിൽ ഒരു സർവകക്ഷി സംഘത്തെ രൂപീകരിക്കുന്നതിനും അങ്ങനെ ഒരു സർവകക്ഷി സംഘത്തെ ചുമതലപ്പെടുത്തുന്നതിനും ഏറ്റവും യോഗ്യമായ ഒരാൾ ശശി തരൂർ തന്നെയാണെന്ന് സംശയമില്ല. അത് കോൺഗ്രസ് ആ പേര് നിർദ്ദേശിക്കില്ല എന്നൊരു പക്ഷേ കേന്ദ്രത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ കേന്ദ്രം ഈ പേര് നിർദ്ദേശിച്ചത് മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആകാം. പക്ഷേ ആ യാത്ര അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വസതിയിൽ സർവകക്ഷി സംഘം തിരിച്ചെത്തി. പ്രധാനമന്ത്രിയുടെ വസതി എല്ലാവർക്കും പാർട്ടിയും നൽകി എല്ലാവരെയും പിരിച്ചുവിട്ടതാണ്. പക്ഷേ അതിനുശേഷം വീണ്ടും ശശി തരൂർ പോയി റഷ്യയിലേക്ക്. ലക്ഷ്യമാണ് ഇപ്പോൾ അത് വലിയ ചർച്ചയാകും. അതെ, രഹസ്യമായി നിൽക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഏതോ മിഷനുമായി ബന്ധപ്പെട്ടാണ് ശശി തരൂർ പോയത് എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം, ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അതും BJPക്ക് അനുകൂലമായി, ദേശീയ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുന്നു, നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നു. അപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് ശശി തരൂർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ട്. പക്ഷേ അങ്ങനെ ശശി തരൂർ പോകുന്നത് തീർച്ചയായും ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി കോൺഗ്രസിന് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ലീഗൊക്കെ ഒരു പക്ഷേ അതിനെതിരെ നിലപാട് സ്വീകരിച്ചു. അതൊക്കെ പണ്ടായിരുന്നു ലീഗ്, പക്ഷേ ഇന്നിപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞു തരൂരിന്റെ ശരിയായ രീതിയല്ല. Meet the editors.